വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ് ആൻഡ് മൈസെൽഫ് സുദീപ്. അപ്പൊ മക്കളെ, നമ്മളുടെ +1 റിവിഷൻ സീരീസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാപ്സ്യൂൾ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള റിവിഷൻ സീരീസ് തുടങ്ങി. ഫിസിക്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് നവാബ് സാർ എടുത്തു തന്നു. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളും അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. ഓക്കെ, അപ്പൊ അധികം നമുക്ക് സമയം കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. നോക്കിക്കോളൂ, ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. The free fall of an object in vacuum is a case of motion with a dash. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗ്രാവിറ്റി കാരണം താഴേക്ക് വീഴുന്ന ബോഡിനെയാണ് ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയാം. ഒരു ബോഡി താഴേക്ക് ഫ്രീ ഫോൾ ആയിരിക്കുന്ന സമയത്ത് അത് ഏത് ടൈപ്പ് മോഷൻ ആണെന്നാണ് ചോദ്യം. മക്കളെ പഠിച്ചു വെച്ചോളൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ബോഡി താഴേക്ക് ഫ്രീ ഫോളിൽ വീഴുന്ന സമയത്ത് അതിനുണ്ടാവുന്ന ആക്സിലറേഷൻ എത്രയാണ്? 9.8 ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്യണില്ല, മാറുന്നില്ല അല്ലെ? മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇങ്ങനെ വാല്യൂസ്? ഇല്ല, ഒരേ ആക്സിലറേഷനിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാ, ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയുന്നത് യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ബോഡി ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ മറക്കണ്ട, ഫ്രീലി ഫോളിംഗ് ബോഡി ഏത് ടൈപ്പ് മോഷനിലാണ് പോകുന്നത്? യൂണിഫോം ആക്സിലറേഷൻ അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിലായിരിക്കും അത് മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണോ? മറക്കണ്ട കേട്ടോ, ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? യൂണിഫോം ആക്സിലറേഷനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. രണ്ടാമത്തത്, ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ ഗിവ്സ് ഡാഷ്. നോക്കിയടാ മക്കളെ, വെലോസിറ്റി ടൈം ഗ്രാഫ് പഠിച്ചോട്ടാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ശ്രദ്ധിക്കണണ്ട. വെലോസിറ്റി ടൈം ഗ്രാഫിനെ നമ്മൾ ഷോർട്ടാക്കി VT ഗ്രാഫ് എന്നാണ് കാണിക്കുക അല്ലെ? വെലോസിറ്റി ടൈം ഗ്രാഫിനെ നമ്മൾ ഷോർട്ടാക്കി എന്താണ് കാണിക്കുക? VT ഗ്രാഫ്. അങ്ങനെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ് ചോദ്യം. പഠിച്ചോളൂ മക്കളെ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. മറക്കരുത് കേട്ടാ, വെലോസിറ്റി ടൈം ഗ്രാഫ് അഥവാ VT ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അടുത്തത്, the slope of a position time graph. പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫിന് എന്താണ് കാണിക്കുക? XT ഗ്രാഫ് എന്നല്ലേ കാണിക്കുക. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും എന്നാണ് ചോദ്യം. മക്കളെ പഠിച്ചോളൂ, എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. മറക്കരുത് കേട്ടോ. അപ്പോ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതേപോലെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് VT ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ് ചോദ്യം. പഠിച്ചോളൂ, ആക്സിലറേഷൻ. മറക്കരുത് കേട്ടോ, എന്താണ്? ആക്സിലറേഷൻ. അപ്പൊ 3 വൺ വേർഡ് ക്വസ്റ്റ്യനുകൾ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് മക്കളെ? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഇനി പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അതേപോലെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. വൺ വേർഡ് ആയിട്ടും പ്രോബ്ലം ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ സാധനം ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കുകയാണ്. അടുത്തത് ഒരു പ്രോബ്ലം ആണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിംഗ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇവിടെ ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട് എന്ന് പറയുക. The displacement and distance traveled by the body in 6 seconds. അങ്ങനെയാണെങ്കിൽ 6 സെക്കൻഡുകൾ കൊണ്ട് ഈ ബോഡി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാൻ എന്ത് ഗ്രാഫാ തന്നേക്കണേന്ന് ആദ്യം നോക്കുക. എന്ത് ഗ്രാഫാ തന്നേക്കണേ? വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നേക്കണം. അങ്ങനെയാണെങ്കിൽ മക്കളെ സിമ്പിൾ ആയിട്ട് സാറ് പറഞ്ഞുതരാം. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, നേരത്തെ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. നോക്കി, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ശ്രദ്ധിക്ക്, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും.
ശരിയല്ലേ? നമ്മൾ ഇത് നേരത്തെ തൊട്ട് മുമ്പ് പഠിച്ചാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാണ്, ഈ ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മളോട് എത്ര ടൈം വരെയുള്ളതാണ്? 6 സെക്കൻഡ് വരെയുള്ളതാണ് പറഞ്ഞേക്കണേ. നോക്കിയേ, ഈ ഗ്രാഫ് മൊത്തത്തിൽ എത്ര സെക്കൻഡ് വരെ ഉണ്ട്? 6 സെക്കൻഡ് വരെ. അപ്പൊ മൊത്തത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഓർത്ത് വെക്കേണ്ട കാര്യം, ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫില് ഡിസ്പ്ലേസ്മെന്റ് കാണാനായിട്ട് ശ്രദ്ധിച്ചോട്ടാണ് മക്കളെ. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേ. ഏരിയ എന്ന് പറയുമ്പോ ഇവിടെ ഏതൊക്കെ ഷേപ്പ് കാണുന്നുണ്ട്? ഈ ഒരു ഷേപ്പിന്റെ ഏരിയ കണ്ടുപിടിക്കണം, എന്നിട്ട് ഈ ഒരു ഷേപ്പിന്റെ ഏരിയ കൂട്ടണം, അതിനൊപ്പം ഈ ഒരു ഷേപ്പിന്റെ ഏരിയയും കൂടെയും കൂട്ടണം. അപ്പൊ ഈ 3 ഷേപ്പിന്റെയും കൂടെയും ഏരിയ കൂട്ടിയാലാണ് നമുക്ക് അവിടുത്തെ എന്ത് കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക. കാരണം ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് എന്ത് ഗ്രാഫാണ് മക്കളെ? വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ കണ്ടുപിടിച്ചാൽ മതി. കാരണം ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏരിയ കണ്ടുപിടിക്കാം നമുക്ക്. ഏരിയ കാണാനായിട്ട് ഇത് ഏതാ ഷേപ്പ്? റെക്ടാംഗിൾ ഷേപ്പ് അല്ലേ? അപ്പൊ നീളം ഇൻറ്റു വീതി. നീളം എത്രയാണ്? 2 ഇൻറ്റു വീതി എത്രയാണ്? വീതി എത്രയാണ്? ഈ വീതി 4. അപ്പൊ 2 ഇൻറ്റു 4 പ്ലസ് അടുത്ത് ഈ ഷേപ്പിന്റെ ഇതിന്റെ ഏരിയ കാണണം. ഇതിന്റെ വീതി എത്രയാണ്? വീതി ദേ നോക്ക്, 2 തൊട്ട് 4 വരെ. 2 തൊട്ട് 4 വരെ എന്ന് പറയുമ്പോ അപ്പൊ ഇതിന്റെ നീളം എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലെ? ഇൻറ്റു ഇതിന്റെ വീതി, ഈ വീതി എത്രയാണ്? ഈ വീതി എത്രയാണ് മക്കളെ? താഴേക്കാണ് അല്ലെ? അപ്പൊ എന്താണ്? -2 ആണ്. ഇതിന്റെ വീതി -2 ആണ്. അപ്പൊ 2 ഇൻറ്റു -2 പ്ലസ് അടുത്തത് അടുത്ത ഷേപ്പ് ഏതാതെ? ഇതും റെക്ടാംഗിൾ ആണ്. അതിന്റെ ഏരിയ എന്ത് വരും? ഇതിന്റെ നീളം 4 തൊട്ട് 6 വരെ. 4 തൊട്ട് 6 വരെ എന്ന് പറയുമ്പോ 2 ഇൻറ്റു ഇതിന്റെ വീതി, ഈ ഹൈറ്റ് എത്രയാണ്? ഈ ഹൈറ്റ് ഇതേ നോക്കിയേ, ഈ ഹൈറ്റ് എത്രയാണ്? 2. അപ്പൊ അതുകൊണ്ട് 2 മൊത്തം ആഡ് ചെയ്തേ. 4 ഇൻറ്റു 2 8 പ്ലസ് 2 ഇൻറ്റു -2 -4 പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 4 -4 വരുമ്പോൾ അത് ക്യാൻസൽ ആയി പോവും. എന്ത് വരും? 8 എന്ന് വരും. ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റ് എന്ത് എഴുതാം? മീറ്റർ എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഡിസ്റ്റൻസ് കാണണം. എടാ മക്കളെ, ഒരു കാര്യം ഞാൻ പറയാം. ഡിസ്റ്റൻസ് കാണാനായിട്ട് വലിയ പണിയൊന്നുമില്ല. സാർ ഒരു ടിപ്പ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നിങ്ങൾ പഠിച്ചല്ല. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നിട്ട് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ കണ്ടുപിടിച്ചാൽ അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. കുഴപ്പമില്ല. ഇനി ഡിസ്റ്റൻസ് കാണാൻ പറയുമ്പോഴേ അതിനേക്കാൾ എളുപ്പമാണ്. ഒന്നുമില്ലാടാ, ഡിസ്റ്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് കാണുന്ന സെയിം സ്റ്റെപ്പ് തന്നെയാണ്, പക്ഷേ എടുക്കുന്ന എല്ലാ വാല്യൂ പോസിറ്റീവ് ആക്കി എടുക്കണം. കാരണം ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ സെയിം സാധനം തന്നെയാണ്, സെയിം സ്റ്റെപ്പ് തന്നെയാണ്, പക്ഷെ എടുക്കുന്ന എല്ലാ വാല്യൂം എന്താക്കി എടുക്കണം? പോസിറ്റീവ് ആക്കി എടുക്കണം. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു 2 എന്ന് എടുക്കണം. മൈനസ് എടുക്കരുത്. ഡിസ്റ്റൻസ് കാണാൻ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഡിസ്പ്ലേസ്മെന്റ് കാണാൻ മക്കൾ പഠിച്ചല്ലോ, എളുപ്പമല്ലേ? ഒന്നുമില്ല. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ, ആ ഡിസ്പ്ലേസ്മെന്റ് കാണുന്ന സെയിം സ്റ്റെപ്പ് തന്നെ എടുത്ത് എഴുതാ. എന്ത് ചെയ്താൽ മതി? മൈനസ് വരുന്നതിനെ ഒഴിവാക്കുക, എന്നിട്ട് പോസിറ്റീവ് ആക്കി തന്നെ ചെയ്യാം. പ്ലസ് 2 ഇൻറ്റു 2. ഓക്കെ, നെഗറ്റീവ് വരുന്നതിനെയും കൂടെ എന്താക്കി എടുക്കണം? പോസിറ്റീവ് ആക്കി എടുക്കണം. അപ്പൊ എന്ത് വരും? 8 പ്ലസ് 4 പ്ലസ് 4. അപ്പൊ എന്ത് വരും? 16 എന്ന് വരും. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അപ്പൊ ഡിസ്റ്റൻസും കണ്ടുപിടിച്ചു, ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിച്ചു. അടുത്ത എന്താ? അടുത്ത ചോദ്യം നോക്കിയേ. എടാ, ഒരു നല്ല ചോദ്യമാണ്, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടാ. നോക്കാം, ശ്രദ്ധിച്ചേ. 2 objects A and B travel from P to Q. 2 ഒബ്ജക്റ്റുകൾ ഉണ്ട്, എയും ബിയും. ഇതെന്ത് ചെയ്യാണ്? പിയിൽ നിന്ന് ക്യൂയിലേക്ക് പോവാണ്. ത്രൂ 2 different paths as shown in the figure. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ 2 വഴികളിൽ കൂടിയാണ് പോകുന്നത്. പിയിൽ നിന്ന് ക്യൂയിലേക്കാണ് പോകാനുള്ളത്. അതിൽ എ എന്ന് പറയുന്ന ബോഡി പോയേക്കുന്ന വഴിയും കാണിച്ചിട്ടുണ്ട്, ബി എന്ന് പറയുന്ന ബോഡി പോകുന്ന വഴിയും കാണിച്ചിട്ടുണ്ട്. എന്താ ചോദ്യം?
If A and B takes same time interval to travel from P to Q, P യിൽ നിന്ന് ക്യൂവിലേക്ക് എത്താനായിട്ട് രണ്ടു പേർക്കും ഒരേ സമയമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ which of the following statements are true? അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ സ്റ്റേറ്റ്മെന്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ. ഇപ്പൊ ഞാനും ഹക്കീം സാറാണെന്ന് വിചാരിച്ചോ, ഞാനും ഹക്കീം സാറും ഒരു ഓട്ട മത്സരം വെക്കുകയെന്ന് വിചാരിച്ചോ. പിയിൽ നിന്ന് ക്യൂവിലേക്കാണ് പോകാനുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നേരായ വഴി കൂടെ പോകുന്ന ആളാണ്. അപ്പൊ ഞാൻ ബി ആണ്, ഹക്കീം സാറ് എ ആണെന്ന് വിചാരിക്കാം. ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ നേരെ തന്നെ ഓടുള്ളൂ, ഞാൻ നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹക്കീം ആണെങ്കിൽ എങ്ങനെയാണ്, ഹക്കീം സാർ എങ്ങനെയാണ്, വളഞ്ഞു പോണ ആളാണ്, വളഞ്ഞ വഴി കൂടെ പോണ ആളാണ്. അപ്പൊ ഹക്കീം സാർ എന്ത് ചെയ്യണം, വളഞ്ഞു തിരിഞ്ഞു പോവുകയാണ്. അപ്പൊ ശരിക്ക് ദൂരം കൂടുതൽ ആൾക്കാണ്, വളഞ്ഞു പോകുന്ന ഹക്കീം സാറിനാണ് ദൂരം കൂടുതൽ, അല്ലെ, ഡിസ്റ്റൻസ് കൂടുതൽ. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഓടിയിട്ട് ഒരേ സമയം എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ദൂരം കൂടുതലായിട്ടും ഹക്കീം സാറ് എന്റെ ഒപ്പം തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഹക്കീം സാർ ഓടുന്നതിന്റെ സ്പീഡ് എന്നെക്കാളും കൂടുതലായിരിക്കും. ശരിയല്ലേ? കാരണം എന്നെക്കാൾ കൂടുതൽ സ്പീഡിൽ ഓടിയാലല്ലേ അവനെത്താൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിയിൽ നിന്ന് ക്യൂവിലേക്ക് എത്തണം, നേരെ ഓടാനും പറ്റും, വളഞ്ഞു ഓടാനും പറ്റും. വളഞ്ഞു ഓടിയാൽ ദൂരം കൂടുതലാണ്. എന്നിട്ടും രണ്ടും ഒരേ സമയം എത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, എ എന്ന് പറയുന്ന ബോഡി ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, കൂടുതൽ സ്പീഡിൽ ഓടിയിട്ടുണ്ടാവുക. ശരിയല്ലേ? ഒരു കോമൺ ലോജിക് ആണ്. സാറ് പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലായ? ഓക്കെ, ദൂരം കൂടുതൽ എക്കാണ്, എന്നിട്ടും രണ്ടുപേരും ഒരേ സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ബീനേക്കാൾ സ്പീഡിൽ ആരും ഓടിയെത്തിയിട്ടുണ്ടാവും, എ ഓടിയിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ്? എയും ബിയും സെയിം സ്പീഡാണോ? സെയിം സ്പീഡ് അല്ല. സെയിം സ്പീഡ് ആണെങ്കിൽ എക്ക് എത്താനായിട്ട് കൂടുതൽ സമയം എടുക്കും, കാരണം ദൂരം കൂടുതലാണ്. അപ്പൊ അതല്ല. സെയിം വെലോസിറ്റി ആണോ? അതുമല്ല. എ ആൻഡ് ബി ഹാവ് സെയിം ആവറേജ് വെലോസിറ്റി, രണ്ടുപേർക്കും ഒരേ ആവറേജ് വെലോസിറ്റി ആണോ? അതുമല്ല. സ്പീഡ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബി, എയുടെ സ്പീഡ് ബിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, എയും ബിയുടെ അതേ സമയത്ത് തന്നെ എത്തണുണ്ടാവുക. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ക്യാൻ എ ബോഡി ബി സെഡ് ടു ബി അറ്റ് എ റെസ്റ്റ് ആസ് വെൽ ആസ് ഇൻ മോഷൻ അറ്റ് ദ സെയിം ടൈം? അതായത് ചോദ്യം എളുപ്പമാണ്. ഒരു ബോഡി ഒരേ സമയം റെസ്റ്റിലാണെന്നും മോഷനിലാണെന്നും പറയാൻ പറ്റുമെന്നാണ് ചോദ്യം. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കാം. ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടുത്തെ ടേബിൾ ഞാൻ കൊണ്ടുപോയി ഒരു ബോക്സ് കൊണ്ടുപോയി വെക്കുക. ആരും അത് അനക്കിയിട്ടില്ല. ഓക്കെ, ആരും അനക്കിയിട്ടില്ല. ഒരു ടേബിളിൽ ഞാനൊരു ബോക്സ് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് റെസ്റ്റിലാണോ മോഷനിലാണോ ചോദിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ കുട്ടികളും പറയും, സാർ അത് അവിടുന്ന് എവിടേക്കും നീങ്ങുന്നില്ല, അതുകൊണ്ട് തന്നെ അത് റെസ്റ്റിലാണെന്ന് പറയും. അപ്പൊ ഞാൻ എന്നാ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ബോക്സ് ഇരിക്കുന്നത് ടേബിൾമാ, ഓക്കെ ഫൈൻ. ഈ ടേബിൾ ഇരിക്കുന്നത് ഭൂമിയിലാണ്, അല്ലെ? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ടേബിളും അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മോഷനിലാണ്. ആ ടേബിളിൽ ഇരിക്കുന്ന ബോക്സും എന്താണ്, മോഷനിലാണ്. അപ്പോ ഒരു ബോഡിനെ തന്നെ നമുക്ക് സെയിം ടൈം റെസ്റ്റിലും ആണെന്ന് പറയാം, മോഷനിലാണെന്ന് പറയാം. ഓക്കെ, പറയാൻ പറ്റുമെന്നാണ് ചോദ്യം. പറയാൻ പറ്റും. കാരണം എന്താ കാര്യം? അതായത് നമ്മൾ എന്തിനെ റെസ്പെക്റ്റീവ് ആയിട്ടാണ് പറയണേ എന്നുള്ളതാണ്, എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് പറയണേ. ഇപ്പൊ നമ്മൾ ടേബിളിനെ വെച്ച് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ടേബിളിനെ റെഫറൻസ് ആക്കി എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ടേബിൾമ അത് അനങ്ങാതിരിക്കുകയാണ്. അപ്പൊ അതെന്താണ്, റെസ്റ്റിലാണെന്ന് പറയാം. പക്ഷേ സ്പേസിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അതെന്താണ്, മോഷനിലാണ്. കാരണം ഭൂമി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, മോഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും മോഷനിലായിരിക്കും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം സിമ്പിൾ ആണ്. ഒരു ബോഡി റെസ്റ്റിലാണെന്നും മോഷനിലാണെന്നും ഒരേ സമയം പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ആൻസർ യെസ് എന്നാണ്. കാരണം എന്താ, റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് ടേംസ്. Okay, a body at a rest with respect to one body may be in motion with respect to another body. ഇപ്പൊ ഒരു ബോഡിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ ടേബിളിൽ വെച്ച് നോക്കിയപ്പോ നമ്മൾ പറഞ്ഞു എന്താണ്, ആ ബോക്സ് റെസ്റ്റിലാണ്. ഓക്കെ, അപ്പൊ ഒരു ബോഡിനെ വെച്ച് നോക്കുമ്പോൾ അത് റെസ്റ്റിലാണെന്ന് പറഞ്ഞാലും മറ്റൊരു ബോഡിനെ വെച്ച് നോക്കുമ്പോൾ അത് ചിലപ്പോൾ എന്തിലായിരിക്കും, മോഷനിലായിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ ടേബിളിൽ ഇരിക്കണ നോക്കുമ്പോ അതെന്താണ്, റെസ്റ്റിലാണ്. പക്ഷെ പുറമേ നിന്ന് സ്പേസിൽ നോക്കുമ്പോൾ അതെന്താണ്, മോഷനിലാണ്. അപ്പോ ഞാൻ ഒരു ബോഡിനെ വെച്ച് നോക്കുമ്പോൾ റെസ്റ്റിലാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ വേറൊരു ബോഡിനെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അതെന്തായിരിക്കും, മോഷനിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, രണ്ടും സെയിം ടൈം സംഭവിക്കാം. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ. The speed time graph is shown in the figure. Is it possible? ഈ ഒരു ഗ്രാഫ് സ്പീഡും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. ഈ ഗ്രാഫ് പോസിബിൾ ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനെ ഒരു ഗ്രാഫ് പോസിബിൾ അല്ല. കാരണം പറഞ്ഞുതരാൻ പറ്റുമോ? ദേ നോക്കിയാ, ഈ സ്പീഡ് എന്നുള്ള ആളുകളുണ്ട, സ്പീഡ് ഡിസ്റ്റൻസ്, ഈ രണ്ടാൾക്കാരെ പ്രത്യേകത എന്താ? ഇവർ ഒരു കാലത്തും നെഗറ്റീവ് ആവൂല. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പൊ ഇവിടുന്ന് ക്ലാസ് വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു -10 സ്പീഡിൽ നടക്കാൻ പറയുകയാണ്. നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? സ്പീഡ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ നടന്നു തുടങ്ങുമ്പോൾ തന്നെ സ്പീഡ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ സ്പീഡ് എന്ന് പറയുന്ന സാധനവും ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനവും എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആവൂല എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. സ്പീഡും ഡിസ്റ്റൻസും ഒരിക്കലും എന്താവൂല? നെഗറ്റീവ് ആവൂല. അപ്പൊ നോക്കിയാലോ മക്കളെ, ശ്രദ്ധിച്ചേ, ഇവിടെ ഈ ഗ്രാഫിന്റെ പ്രശ്നം എന്താ? ദേ താഴേക്ക് പോണണ്ട, താഴേക്ക് പോയ സ്പീഡ് എന്താണ്? നെഗറ്റീവ് ആവണം. സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല, അതുകൊണ്ട് ഈ ഗ്രാഫ് ഒരിക്കലും പോസിബിൾ അല്ല. ഓക്കെ, സോ ഇതിന്റെ ആൻസർ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ദിസ് ഗ്രാഫ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ ഞാൻ അതിന്റെ ആൻസർ ഇവിടെ എഴുതി വെക്കാം കേട്ടാ. അതിന്റെ ആൻസർ എഴുതാ, ദിസ് ഗ്രാഫ് ഈസ് നോട്ട് പോസിബിൾ കാരണം എന്താ? സിൻസ് the speed cannot be negative. സ്പീഡ് നെഗറ്റീവ് ആവാത്തത് കൊണ്ട് ഈ ഗ്രാഫ് ഒരിക്കലും പോസിബിൾ അല്ല. അടുത്ത ചോദ്യം നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വേറെ ക്വസ്റ്റ്യൻ, ഇത് വേറെ ക്വസ്റ്റ്യൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ മൂവിംഗ് ഒബ്ജക്റ്റ് ഈസ് ഷോൺ ബിലോ. ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നേക്കുകയാണെന്ന് നമ്മളോട് പറയുകയാണ്. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്? അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എന്താണെന്നാണ് ചോദ്യം. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൊടുത്തിരിക്കുന്ന പടത്തിന് എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം? ഇത് നോക്കിയാടാ, വെലോസിറ്റി ഒരേപോലെയല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സമയം കൂടണുണ്ടെങ്കിലും വെലോസിറ്റി കൂടണുണ്ടാ? ഇല്ല. ഗ്രാഫ് മുകളിലേക്കും താഴേക്കൊന്നും പോണില്ലല്ലോ, ഒരേപോലെയല്ല വെലോസിറ്റി പൊയ്ക്കൊണ്ടിരിക്കണേ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യണില്ല എന്നുള്ളത് മനസ്സിലാക്കാം അല്ലെ? ഈ പടത്തിന് എന്താ നമുക്ക് മനസ്സിലാവാ? വെലോസിറ്റി ടൈം ഗ്രാഫ് കൊടുത്തേക്കണേല് ദേ നോക്ക്, വെലോസിറ്റി ഒരേപോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, കൂടണമില്ല കുറയണമില്ല, ഒരേപോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം വെലോസിറ്റി ചേഞ്ച് ചെയ്യണില്ല. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആക്സിലറേഷൻ എന്ന് പറയാം. വെലോസിറ്റി ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല, ഒരേ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 m/s² ആയിരിക്കും. സിമ്പിൾ അല്ലേ? എന്തുകൊണ്ടാ? അതിന്റെ റീസൺ എന്താ? ബിക്കോസ് വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. വെലോസിറ്റി എന്ത് ചെയ്യണില്ല? മാറുന്നില്ല. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലെ? ഒരേപോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഡ്രോ ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് ദ എബവ് മോഷൻ ഷോൺ ഇൻ ദ ഗ്രാഫ്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. നമ്മളോട് പറഞ്ഞേക്കാണ് അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് വെച്ച് ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഉണ്ടാക്കാൻ. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാലും ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചോദ്യം, ഈ ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഉണ്ടാക്കാൻ. നോക്കിയേ, ഇതിൽ നിന്ന് മനസ്സിലാവേണ്ട കാര്യം എന്താ? ഒരേ വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയെന്നല്ല അതിന്റെ അർത്ഥം, ശരിയല്ലേ? സമയത്തിനനുസരിച്ച് ഒരേ വെലോസിറ്റിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയെന്നാണ് ആ ഗ്രാഫിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഒരേ അളവിലായിരിക്കും കൂടി പോവാം. ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? സമയത്തിനനുസരിച്ച് ഒരേ അളവിൽ മുകളിലേക്ക് കൂടി പോകും. അപ്പൊ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാ ഇവിടുത്തെ ഗ്രാഫ് പോലെ ഇങ്ങനെ നേരെ വരക്കാത്തതിന്റെ കാരണം എന്താ? നേരെ വരച്ച അതിന്റെ അർത്ഥം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എന്നാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എന്നാണ്. അതായത് എന്തില്ല? ഡിസ്പ്ലേസ്മെന്റിന് ചേഞ്ച് ഇല്ല. ഒരേ ലെവലിൽ പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് പൊസിഷൻ മാറുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ വെലോസിറ്റി ഉണ്ട്, ഒരേ വെലോസിറ്റി ആണെന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഒരേ വെലോസിറ്റിയിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യാ? ഡിസ്പ്ലേസ്മെന്റ് ഒരേപോലെ കൂടിക്കൊണ്ടിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നാണ് അതിന്റെ അർത്ഥം? ഒരേപോലെ കൂടിക്കൊണ്ടിരിക്കുക.
ഓക്കെ, ഇത്ര ആലോചിച്ചാൽ മതി. ഇവിടെ വെലോസിറ്റി എന്താണ്, ഒരേപോലെ പൊക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ വെലോസിറ്റി ആണ്, വെലോസിറ്റി മാറണില്ല. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരേപോലെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ശ്രദ്ധിച്ചോളൂ. Two straight line drawn on same displacement time graph makes angle 30 degree and 60 degree with the time axis respectively in the figure. Okay, രണ്ട് ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ഇത് എന്ത് ഗ്രാഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആരുടെയൊക്കെയാണ്, രണ്ടെണ്ണത്തിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. എയുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫും കൊടുത്തിട്ടുണ്ട്, ബിയുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫും കൊടുത്തിട്ടുണ്ട്. എ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയും ബി ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആയിക്കോട്ടെ. ചോദ്യം എന്താ, വിച്ച് ലൈൻ റെപ്രസെന്റ് ഗ്രേറ്റർ വെലോസിറ്റി, ഇതിൽ വെലോസിറ്റി കൂടുതൽ ആർക്കാണ്? ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിനെ നമ്മൾ എന്തെന്ന് പറയും, പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് നമ്മൾ പറയും കേട്ടോ. പൊസിഷൻ ടൈം ഗ്രാഫ് അഥവാ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക, വെലോസിറ്റി കിട്ടുക. സ്ലോപ്പ് കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക, വെലോസിറ്റി കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് ഗ്രാഫുകളുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്, രണ്ട് ബോഡികളുണ്ട്. ഇതിൽ ആർക്കാണ് കൂടുതൽ വെലോസിറ്റി എന്നല്ലേ ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് നോക്കണം, ആർക്കാണ് കൂടുതൽ സ്ലോപ്പ് എന്ന് നോക്കണം. ഇത് ഏതാ ഗ്രാഫ് മക്കളെ, ഏത് ഗ്രാഫാ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫില് സ്ലോപ്പ് കണ്ടാലാണ് എന്ത് കിട്ടുക, വെലോസിറ്റി കിട്ടുക. അപ്പൊ ഇതിൽ ആർക്കാണ് കൂടുതൽ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് കൂടുതൽ സ്ലോപ്പ് എന്ന് നോക്കണം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, സ്ലോപ്പ് ഓഫ് എ കാണാൻ പോവാണ്. സ്ലോപ്പ് ഓഫ് എ, ഓക്കെ, എയുടെ സ്ലോപ്പ് കാണാൻ പോവാണ് മക്കളെ. സ്ലോപ്പ് കാണാനായിട്ട് രണ്ട് ഇക്വേഷനുകൾ ഉണ്ട്. അതിൽ ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടാൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഞാൻ എഴുതുകയാണ് ടാൻ തീറ്റ. സ്ലോപ്പ് കാണാനായിട്ട് രണ്ട് ഇക്വേഷനുകൾ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. y2 - y1 / x2 - x1 എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി, ടാൻ തീറ്റ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഞാൻ എഴുതാണ് ടാൻ തീറ്റ. എയുടെ ആംഗിൾ എത്രയാണ്, എയുടെ ആംഗിൾ 30 ഡിഗ്രി ആണ്, ടാൻ 30. ടാൻ 30യുടെ വാല്യൂ എത്രയാണ്, 1/√3. ഓക്കെ, ടാൻ 30യുടെ വാല്യൂ എത്രയാണ്, 1/√3. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഇല്ലെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി സ്ലോപ്പ് ഓഫ് ബി, സ്ലോപ്പ് ഓഫ് ബി, ബിയുടെ സ്ലോപ്പ് അതും ടാൻ തീറ്റ തന്നെയാണ് സ്ലോപ്പ് കാണാനായിട്ടുള്ള ഇക്വേഷൻ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു, ബിയുടെ ആംഗിൾ എത്രയാണ്, ബിയുടെ ആംഗിൾ 60 ആണ്. അപ്പൊ ടാൻ 60 എന്ന് വരും. എത്ര വരും ആൻസർ, √3. ഓക്കെ, ഇതിൽ ആർക്കാ സ്ലോപ്പ് കൂടുതൽ, എക്കാണോ ബിക്കാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, √3 ആണോ അതോ 1/√3 ആണോ വലുത്? √3 ആണ് വലുത് അല്ലെ. √3 വലുതായത് കൊണ്ട് സ്ലോപ്പ് കൂടുതൽ ബിക്കാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, ഹിയർ സ്ലോപ്പ് is greater for B, so velocity will be also greater for B. ഓക്കെ, ബിക്ക് തന്നെ ആയിരിക്കും എന്ത് കൂടുതൽ, ഈ പറയുന്ന വെലോസിറ്റി കൂടുതൽ. കാരണം ബിക്കാണ് സ്ലോപ്പ് കൂടുതൽ, അതുകൊണ്ട് ബിക്ക് തന്നെ ആയിരിക്കും വെലോസിറ്റി കൂടുതൽ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, രണ്ടാമത്തെ ചോദ്യം എന്താ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് എ ടു വെലോസിറ്റി ഓഫ് ബി? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശ്രദ്ധിച്ചേ. റേഷ്യോ കാണാനല്ലേ ചോദ്യം. റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് ട്ടാ. റേഷ്യോ കാണാൻ പോവാണ്. ആരുടെയൊക്കെയാണ്, വെലോസിറ്റി ഓഫ് എയുടെയും ബൈ വെലോസിറ്റി ഓഫ് ബി. ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പോവാണ്. എടാ മക്കളെ, നമുക്കറിയാം, ശ്രദ്ധിച്ചോട്ടെ, ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. വെലോസിറ്റി ഓഫ് എയുടെ വെലോസിറ്റി, എടാ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്, സ്ലോപ്പിനോട് ഈക്വൽ ആണ്. കാരണം ഇത് എന്ത് ഗ്രാഫാണ്, പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ് അല്ലെ. അപ്പൊ എയുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എയുടെ സ്ലോപ്പ് ആണ്. എയുടെ സ്ലോപ്പ് എത്രയാണ്, 1/√3. അപ്പൊ ഞാൻ എഴുതാണ് 1/√3 ഡിവൈഡഡ് ബൈ ബിയുടെ സ്ലോപ്പ് എന്താ, ബിയുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബിയുടെ സ്ലോപ്പ് ആണ്. ബിയുടെ സ്ലോപ്പ് എന്താ, √3. കുഴപ്പമില്ലല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യാണ്, ഈ √3നെ വേണമെങ്കിൽ എനിക്ക് √3/1 എന്ന് ഇട്ടൂടെ. കാരണം ആരെ വേണമെങ്കിലും എനിക്ക് /1 എന്ന്
എഴുതാലോ, പ്രശ്നമൊന്നുമില്ലല്ല. ഓക്കെ, ആരെ വേണമെങ്കിലും ബൈ 1 ഇട്ട് കൊടുക്കാല. കാരണം എന്താ, ഈ താഴത്തുള്ള ആളെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പിൽ. അപ്പൊ 1/√3 അങ്ങനെ തന്നെ എഴുതാ, ഇൻറ്റു ഈ താഴത്തുള്ള ആളെ തിരിച്ചിടുമ്പോ എന്ത് വരും, 1/√3/1 തിരിച്ചിടുമ്പോ എന്താവും, 1/√3. അപ്പൊ എന്ത് വരും, 1 × 1 1 ബൈ √3 × √3 3. അപ്പൊ എന്തെന്ന് വരും ആൻസർ, 1:3. ഇതാണ് അതിന്റെ റേഷ്യോ. ഓക്കെ, അപ്പൊ ഈ ചോദ്യം എന്തായാലും ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്റെ മക്കൾ ചോദിക്കുന്നുണ്ടാ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കാണാം, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ 100% ഷുവർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. എന്തായാലും എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടാവണം. അത്രയും ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. തുടങ്ങാം, നമുക്ക് ശ്രദ്ധിച്ചോളൂ കേട്ടോ മക്കളെ. നോക്കാം, draw the velocity time graph of a body with a uniform acceleration. യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ. അപ്പൊ ഞാൻ ഗ്രാഫ് വരക്കാൻ പോവാട്ടോ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്ത് ഗ്രാഫാണ് വരക്കാൻ പറയണേ, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, എങ്ങനെ മൂവ് ചെയ്യുന്ന ബോഡിയാണ്, യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ബോഡിയാണ്. അപ്പൊ ഞാൻ വരക്കുകയാണ് കേട്ടാ. യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഞാൻ വരച്ചു. വരക്കാൻ പഠിക്കണം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. എന്താണ് വരച്ചത്, യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാൻ പഠിക്കണം കേട്ടാ. ഇനി ഒരു കാര്യം കൂടി, ഇതിന്റെ വെലോസിറ്റികൾ ഞാൻ മാർക്ക് ചെയ്യാണ്. നോക്കാം, ഇനീഷ്യൽ വെലോസിറ്റി, തുടക്കത്തിലുള്ള വെലോസിറ്റി u, ഫൈനലി എത്തുന്ന വെലോസിറ്റി v. തുടങ്ങുന്ന വെലോസിറ്റി u, അവസാനം എത്തുന്ന വെലോസിറ്റി v. അതിനെടുക്കുന്ന സമയം t. കുഴപ്പമില്ലല്ലോ, ഇത്രയാണ് ഗ്രാഫ് വരുന്നത്. ഇനി ഇതിൽ കുറച്ചും കൂടിയും കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാനുണ്ട്, പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടാ. നോക്കാം, ഇനി ഞാൻ ഇങ്ങോട്ട് ഇതിനെ ജോയിൻ ചെയ്ത് വരക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് മൊത്തം 0 തൊട്ട് v വരെയുള്ള ദൂരം എത്രയാണ്, v. ഈ ഡിസ്റ്റൻസ് എത്രയാണ്, u അല്ലെ. 0 തൊട്ട് u വരെയുള്ള ദൂരം u, 0 തൊട്ട് v വരെയുള്ള ദൂരം v. എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ഈ ഡിസ്റ്റൻസ് വിയിൽ നിന്ന് എന്ത് കുറച്ചാ മതി, u കുറച്ചാ മതി അല്ലെ. ഇത്രയും ദൂരം v ആണ്, അപ്പൊ ഇതിന് ഇത്രയും ദൂരം u കുറയ്ക്കാം. അപ്പൊ ഈ ദൂരം എത്രയായിരിക്കും, v - u. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി, ഇവിടുത്തെ ആംഗിൾ ഞാൻ മാർക്ക് ചെയ്യാണ് തീറ്റ. എടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എത്രയാണ്, 0 തൊട്ട് t വരെയുള്ള ദൂരം t. ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, സിമ്പിൾ അല്ലേ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം, എന്നിട്ട് സംശയം മാറിയിട്ടില്ലെങ്കിൽ സാറിന്റെ അടുത്ത് ചോദിക്കാം കേട്ടാ. എന്നിട്ട് ഈ ഗ്രാഫ് വെച്ചിട്ട് എന്ത് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞേക്കാണ്, വെലോസിറ്റി ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പൊ ഞാൻ തുടങ്ങാൻ പോവാണ് ട്ടാ. വെലോസിറ്റി ടൈം റിലേഷൻ, അതാണ് ആദ്യം ഇവിടുന്ന് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ, ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ട്ടാ, വെലോസിറ്റി ടൈം റിലേഷൻ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാണ്, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോവാണ്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കാണാനായിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാലോ, എന്താണ്, ടാൻ തീറ്റ. സ്ലോപ്പ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്, ടാൻ തീറ്റ. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് എന്ത് ഗ്രാഫാ, എന്ത് ഗ്രാഫ് ഇത്, വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേടാ മക്കളെ. വെലോസിറ്റി ടൈം ഗ്രാഫിലെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും എന്നാണ് നമ്മൾ പഠിച്ചത്. നോക്കിയേ, വെലോസിറ്റി ടൈം ഗ്രാഫിലെ നോക്ക്, വെലോസിറ്റി ടൈം ഗ്രാഫിലെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും എന്നാണ് നമ്മൾ പഠിച്ചത്, ആക്സിലറേഷൻ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ എന്തെന്ന് എഴുതാം, നോക്കിയേ, ശ്രദ്ധിച്ചേ, വെലോസിറ്റി ടൈം ഗ്രാഫിലെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, ആക്സിലറേഷൻ കിട്ടും. അപ്പൊ സ്ലോപ്പിന് പകരം എനിക്ക് എന്തെന്ന് എഴുതാം, ആക്സിലറേഷൻ എഴുതാം, ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. എന്താ ഇവിടെ സ്ലോപ്പിന് ഒരു എഴുതാൻ കാരണം വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിലറേഷൻ തന്നെയാണ് കേട്ടാ. ആക്സിലറേഷൻ is equal to tan theta. Tan theta ഇക്വേഷൻ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലെ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ എന്ത് വരും, a is equal to, നോക്കിയടാ, ഇതാണ് തീറ്റ എന്നുള്ള ആംഗിൾ. ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് എത്രയാണ്, v - u ഡിവൈഡഡ് ബൈ
തീറ്റയുടെ അടി കിടക്കുന്ന അഡ്ജസന്റ് സൈഡ് ഇത് എത്രയാണ് ഈ നീളം ടി അല്ലേ ഇത് ടി ആണെങ്കിൽ ഇതും ടി ആയിരിക്കൂലേ അപ്പൊ ഇതെന്ന് എഴുതാം ടീന്ന് എഴുതാം ഈ ടീന് ഇങ്ങോട്ട് എടുത്താൽ എന്താവും AT is equal to V minus U ഇനി മൈനസ് യുനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്താവും AT ഈ മൈനസ് യുനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്താവും പ്ലസ് യു ആവും is equal to V അല്ലെ മൈനസ് യുനെ ഇപ്പുറത്തേക്ക് എടുത്തപ്പോ പ്ലസ് യു ആയി അങ്ങനെയാണെങ്കിൽ ഇതിനെ നേരെ തിരിച്ച് നമുക്ക് എന്തെന്ന് എഴുതാം V is equal to U plus AT ഈ ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയാം ഓക്കെ ചിലപ്പോൾ നിങ്ങളോട് രണ്ട് തരത്തിൽ ചോദിക്കാം ഒന്നിൽ ഈ ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യാൻ പറയും എല്ലാന്നുണ്ടെങ്കിൽ ഒന്നിൽ ഈ വെലോസിറ്റി ടൈം റിലേഷൻ അവർ നേരിട്ട് പറയും എല്ലാന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ തന്നിട്ട് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറയും ഓക്കെ മറക്കരുത് കേട്ടാ ഇനി ഒരു കാര്യം കൂടി ഇതിന് ചില ബുക്കുകളിൽ V is equal to യുവിന് പകരം V0 plus AT എന്നും കൂടെ ഈ ഇക്വേഷൻ എഴുതാറുണ്ട് ഒന്നുമില്ല നമ്മളിവിടെ ഇനീഷ്യൽ വെലോസിറ്റി U എന്നല്ല എടുത്തത് ചില ആൾക്കാർ അതിനെ V0 എന്നും പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റി എടുത്ത് ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ കണ്ടാലും ഈ സെയിം ഇക്വേഷൻ ആണെന്നുള്ള ഓർത്ത് വെച്ചാൽ മതി ഓക്കെ അപ്പൊ വെലോസിറ്റി ടൈം റിലേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു അടുത്ത എന്താ കാണാൻ പറഞ്ഞേക്കണേ പൊസിഷൻ ടൈം റിലേഷൻ ആണ് അല്ലെ രണ്ടാമത് കാണേണ്ടത് എന്താണ് പൊസിഷൻ ടൈം റിലേഷൻ അപ്പൊ ഞാൻ എന്റെ പൊസിഷൻ ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ് ട്ടാ നോക്കിക്കോളൂ ട്ടാ പൊസിഷൻ ടൈം റിലേഷൻ അതാണ് രണ്ടാമത്തത് ട്ടാ പൊസിഷൻ ടൈം റിലേഷൻ എടാ മക്കളെ വെലോസിറ്റി ടൈം റിലേഷൻ കാണാൻ വേണ്ടി ഞാൻ എന്താ എടുത്തത് സ്ലോപ്പ് ആണ് എടുത്തത് ഇനി ഓർത്ത് വെച്ചോ പൊസിഷൻ ടൈം റിലേഷൻ ആണെങ്കിൽ എന്തെടുക്കണം ഏരിയ എടുക്കണം ഏരിയ ആണ് നോക്ക് ഇവിടെ രണ്ട് ഷേപ്പുകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഒരു റെക്ടാങ്കിളും കാണാൻ പറ്റും അതേപോലെ ഒരു ട്രയാങ്കിളും കാണാൻ പറ്റും അല്ലെ ശരിയല്ലേ ഒരു റെക്ടാങ്കിളും കാണാൻ പറ്റും ഒരു ട്രയാങ്കിളും കാണാൻ പറ്റും അപ്പോ ഈ ഷേപ്പിന്റെ ഈ ഗ്രാഫിന്റെ മൊത്തം ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യും ഏരിയ ഓഫ് റെക്ടാങ്കിൾ പ്ലസ് എന്ത് ചെയ്യും ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ റെക്ടാങ്കിളിന്റെ ഏരിയ കൂട്ടിയാൽ മതി അല്ലെ ഈ റെക്ടാങ്കിളിന്റെ ഏരിയയും കൂട്ടണം ട്രയാങ്കിളിന്റെ ഏരിയയും കൂടെയും കൂട്ടണം അപ്പൊ നമുക്ക് മൊത്തത്തിലുള്ള ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പൊ ഞാൻ എഴുതുകയാണ് ഏരിയ ഇസ് ഈക്വൽ ടു ആദ്യം ഏരിയ ഓഫ് റെക്ടാങ്കിൾ താഴത്തുള്ള ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനായിട്ട് ഇക്വേഷൻ എന്താണ് നീളം ഇൻറ്റു വീതി ഈ നീളം എത്രയാണ് ടി ഈ വീതി എത്രയാണ് യു അപ്പൊ രണ്ടും കൂടി എന്ത് ചെയ്യുമ്പോ ടി ഇൻറ്റു യു അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം യു ടി പ്ലസ് ഇനി അടുത്ത് എന്ത് കാണണം ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണണം ട്രയാങ്കിളിന്റെ ഏരിയ കാണാനായിട്ട് ഇക്വേഷൻ എന്താ ഹാഫ് ബി എച്ച് അല്ലെ ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞ ബേസ് ആണ് ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് എത്രയാണ് ഈ ദൂരം ടി അല്ലേ അപ്പൊ ബേസ് ടി ഇൻറ്റു ഈ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് എത്രയാണ് ഹൈറ്റ് എത്രയാണ് V മൈനസ് യു അപ്പൊ ഞാൻ ഇവിടെ V മൈനസ് യു എഴുതി കുഴപ്പമില്ലല്ലോ തൊട്ട് മുമ്പത്തെ ഡെറിവേഷൻ നോക്കിയടാ V മൈനസ് യു എന്ന് പറഞ്ഞാൽ ആരാണ് AT അല്ലേ തൊട്ട് മുമ്പത്തെ ഡെറിവേഷൻ നോക്കിയാൽ V മൈനസ് യു എന്ന് പറഞ്ഞാൽ AT അല്ലേ അത് അവിടെ ഇട്ട് കൊടുക്കും അപ്പൊ എന്ത് വരും ഏരിയ ഈക്വൽ ടു UT പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു V മൈനസ് യു എന്ന് പറഞ്ഞാൽ AT ആണ് അല്ലെ V മൈനസ് യു എന്ന് പറഞ്ഞാൽ AT ആണ് അപ്പൊ ഇതിന് എന്തെന്ന് എഴുതാ ഏരിയ ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് എഴുതി കൂടെ കാരണം എന്താ ഏന ആദ്യം എഴുതി ടി ഇൻറ്റു ടി എന്താവും മക്കളെ ടി സ്ക്വയർ ആവും ടി ഇൻറ്റു ടി സ്ക്വയർ ആയി അപ്പൊ ഏരിയ കണ്ടുപിടിച്ചു ഇത് ഏതാ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോ തന്നെ നമ്മൾ പഠിച്ചു വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഡിസ്പ്ലേസ്മെന്റ് കിട്ടും വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും ഡിസ്പ്ലേസ്മെന്റ് കിട്ടും അപ്പൊ ഇവിടെ ഏരിയ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് അതുകൊണ്ട് എസ് എന്ന് എഴുതാം സ്ലോപ്പ് ആക്സിലറേഷൻ ആയതുകൊണ്ട് സ്ലോപ്പിന് അവിടെ എ എന്ന് എഴുതി അതേപോലെ ഏരിയ എന്ന് പറയുന്നത് ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് മക്കളെ ഞാൻ കുറെ തവണ റിപ്പീറ്റ് ചെയ്തു വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും ഡിസ്പ്ലേസ്മെന്റ് കിട്ടും ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്ന ലെറ്റർ എസ് ആയതുകൊണ്ട് എസ് എന്ന് എഴുതാം അപ്പൊ എന്തെന്ന് ഒരു ഫൈനൽ ഇക്വേഷൻ S is equal to UT plus half AT square ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന
പൊസിഷൻ ടൈം റിലേഷൻ എന്ന് പറയുന്നത്. പൊസിഷൻ ടൈം റിലേഷൻ ട്ടാ. ഇതിന് വേണമെങ്കിൽ എങ്ങനെയും എഴുതാം, ഈ പറഞ്ഞ പോലെ S is equal to V0t plus half AT square. ഇങ്ങനെയും ചില ബുക്കുകൾ എടുക്കുന്നുണ്ട്. ഒന്നുമില്ല, ചില സ്ഥലത്ത് യുവിന് പകരം V0 എന്നും കാണാം. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഡൗട്ട് ഒന്നും വരണം, നമ്മൾ പഠിച്ച സാധനം തന്നെയാണ് കേട്ടാ. ലാസ്റ്റത്ത് ഇപ്പൊ നമ്മള് വെലോസിറ്റി ടൈം റിലേഷൻ ചെയ്തു, പൊസിഷൻ ടൈം റിലേഷൻ ചെയ്തു. അടുത്തത് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ, അതും കൂടെ പഠിക്കണം. നോക്കിക്കോളൂ, മൂന്നാമത്തത് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ, പൊസിഷൻ വെലോസിറ്റി റിലേഷൻ മൂന്നാമത്തെ കേട്ടാ. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ കാണാനായിട്ട് ഞാനൊരു ഇക്വേഷൻ എഴുതുകയാണ്, നോക്കിക്കോളൂ കേട്ടാ. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോളൂ, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. എന്താണ് മക്കളെ ഇക്വേഷൻ പഠിച്ചത്? എന്താണ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ? എന്താണ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ എന്ന് പറഞ്ഞാല്? അല്ല, അത് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്പ്ലേസ്മെന്റിന് ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം കേട്ടോ, എന്നാലേ നമുക്ക് അത് റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്പ്ലേസ്മെന്റിന് എസ് എന്നാണ് കാണിക്കുക, ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി. മക്കളെ, ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം, വേറെ ഒന്നുമല്ല, v പ്ലസ് യു ബൈ 2. എന്താണ് ആവറേജ് വെലോസിറ്റി കാണാനായിട്ടുള്ള ഇക്വേഷൻ? v പ്ലസ് യു ബൈ 2 ഇൻറ്റു ടൈമിന് എന്തെന്ന് എഴുതാ? ടി. കുഴപ്പമില്ലല്ലോ. ഇനി ഞാനിവിടെ ഒരു കാര്യം ചെയ്യാൻ പോകണം, നോക്കിക്കോട്ടാ. നമ്മള് നേരത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേ നോക്കിയാടാ മക്കളെ, നേരത്തെ ഡെറിവേഷനിൽ നോക്കിയേ, AT ഈക്വൽ ടു V മൈനസ് യുന്ന് കണ്ടില്ലേ? AT is equal to V minus u എന്ന് കണ്ടില്ലേ? ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? അപ്പുറത്തേക്ക് എടുക്കാൻ പോവാണ്. AT is equal to V minus u. അങ്ങനെയാണെങ്കിൽ ടീനെ അവിടെ നിർത്തിയിട്ട് എനെ താഴേക്ക് കൊണ്ടുപോയി എന്ത് വരും? V minus u by a അല്ലെ? ഈ ഏന അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ടിയുടെ ഇക്വേഷൻ കിട്ടുമല്ലോ. അപ്പൊ ടൈം അഥവാ ടിയുടെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? S is equal to V plus u by 2 into t. ടൈമിന്റെ ഇക്വേഷൻ എന്താ? V minus u by a. കുഴപ്പമില്ലല്ലോ മക്കളെ. ഇതിന് എനിക്ക് എന്തെന്ന് എഴുതാ? S is equal to V plus u into, ഒരുമിച്ച് എഴുതാൻ പോവാണ്, V minus u divided by 2a എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാ? 2 into a, 2a. ഈ 2a നിങ്ങളുടെ അടുത്ത് എന്ത് വരും? S ന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2as is equal to V plus u into V minus u. ഇവിടെ നമ്മൾ മാക്സി പഠിച്ചേക്കണം മറ്റൊരു ഇക്വേഷൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കണം, വേറെ ഒന്നുമല്ല. മാക്സി നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കളെ, a plus b into a minus b. എന്താ a plus b into a minus b? നമുക്കറിയാലോ എന്താണ്? a square minus b square അല്ലെ? അതേപോലെ ഒന്ന് പറഞ്ഞു നോക്കിയടാ മക്കളെ, V plus u into V minus u എന്ത് വരും? a plus b into a minus b, a square minus b square ആണെങ്കിൽ v plus u into v minus u എന്തായിരിക്കും? v square minus u square അല്ലെ? അപ്പൊ അതിനങ്ങനെ എഴുതാൻ പോവാണ്, 2as is equal to v square minus u square. ഈ മൈനസ് യു സ്ക്വയറിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്താവും? 2as ഇവിടെ ഓൾറെഡി ഉണ്ട്, ഈ മൈനസ് യു സ്ക്വയറിന് ഇപ്പുറം കൊണ്ടുവന്നാൽ എന്താവും? പ്ലസ് യു സ്ക്വയർ ആവും, is equal to v square അല്ലെ? മൈനസ് യു സ്ക്വയർ ഇപ്പുറം വന്നപ്പോ പ്ലസ് യു സ്ക്വയർ. ഇതിന് നേരെ തിരിച്ചെങ്ങനെ എഴുതാ? v square is equal to u square plus 2as. കുഴപ്പമില്ലല്ലോ. അങ്ങനെ നമ്മൾ എന്തും ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു? നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു, ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിച്ചു. ഇവരെ 3 പേരെയും, ഈ 3 ഇക്വേഷനുകളെ ഒരുമിച്ച് പറയുന്ന പേരാണ് കൈനമാറ്റിക് ഇക്വേഷൻസ് കേട്ടാ. കൈനമാറ്റിക് ഇക്വേഷൻസ്, അല്ലെങ്കിൽ വേറൊരു പേരും കൂടെയും പറയാറുണ്ട്, അതും കൂടെയും പഠിച്ചു വെച്ചോളൂ, ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ഡെറിവേഷൻ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഒരു ചോദ്യം കൂടിയും ചെയ്ത്, ഇതാണ് ലാസ്റ്റ് പ്രോബ്ലം, ഈ പ്രോബ്ലം കൂടിയും ചെയ്ത് സാർ എന്ത് ചെയ്യണം? ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് കേട്ടാ. നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. നോക്കാം, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബിലോ. ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് കാണാൻ പറയുന്നത്? വിച്ച് പോർഷൻ ഓഫ് ദ ഗ്രാഫ് റെപ്രസെന്റ് യൂണിഫോം
റിട്ടാർഡേഷൻ. എടാ മക്കളെ, റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ആക്സിലറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ വേറൊരു പേരും കൂടി ഉണ്ട്, ഡീസലറേഷൻ എന്നും പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്രാഫില് നെഗറ്റീവ് ആക്സിലറേഷൻ അഥവാ റിട്ടാർഡേഷൻ വരുന്ന ഭാഗം ഏതാണെന്നാണ് ചോദ്യം. ഒരു കാര്യം പറയട്ടെ, ഇത് എന്ത് ഗ്രാഫാ? വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ കൊടുത്തേക്കണേ? ഈ ഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? ഈ ഗ്രാഫ് നോക്കിയേ, കുറച്ചു ഭാഗം മോളിലേക്ക് പോകുന്നുണ്ട്, അതായത് വെലോസിറ്റി കൂടുതലുണ്ട്. കുറച്ച് ഭാഗം ഒരേപോലെ ഗ്രാഫ് പോകുന്നുണ്ട്, അപ്പൊ വെലോസിറ്റിക്ക് മാറ്റൂല. പിന്നെ കുറച്ച് ഭാഗം ഗ്രാഫ് താഴേക്ക് വരുന്നുണ്ട്, താഴേക്ക് വരണമെങ്കിൽ അതിന്റെ അർത്ഥം വെലോസിറ്റി കുറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഈ ഗ്രാഫ് ഒന്ന് ഇങ്ങോട്ട് നോക്കിയാടാ മക്കളെ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടെ. ഈ ഭാഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഇവിടെ വെലോസിറ്റിക്ക് എന്തില്ല? ചേഞ്ച് ഇല്ല. വെലോസിറ്റി നോട്ട് ചേഞ്ച്. ഇനി ഈ താഴേക്ക് വരുന്ന ഭാഗത്തിന്റെ പ്രത്യേകത എന്താ? ഈ ഭാഗത്തിന്റെ പ്രത്യേകത എന്താ? വെലോസിറ്റി കുറയാണ്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് എന്ത് ഗ്രാഫാണ് മക്കളെ? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പൊ അത് നോക്കിയേ, ഇങ്ങനെ പോണ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്? ഈ ഭാഗത്ത് വെലോസിറ്റി കൂടുതലാണ്. ഓക്കെ, കൂടുകയാണ്, കൂടി കൂടി വരിക. ഈ ഭാഗം ഒരേപോലെ പോകണമെങ്കിൽ അർത്ഥം എന്താണ്? വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. ഇനി ഇങ്ങനെ ഗ്രാഫ് താഴേക്ക് പോകണമെങ്കിൽ അർത്ഥം എന്താണ്? വെലോസിറ്റി കുറയുന്നു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി സാറ് പഠിപ്പിച്ചുതരാം, ശ്രദ്ധിച്ചോ. വെലോസിറ്റി കൂടി കൂടി പോവുകയാണെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ പോസിറ്റീവ് ആയിരിക്കും. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഇനി വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായ? മനസ്സിലായ? അപ്പൊ എപ്പോഴാണ് ആക്സിലറേഷൻ പോസിറ്റീവ് ആവുക? വെലോസിറ്റി കൂടി കൂടി പോകുമ്പോൾ. എപ്പോഴാണ് ആക്സിലറേഷൻ 0 ആവുക? വെലോസിറ്റിക്ക് ഒരു ചേഞ്ചും ഇല്ലാതിരിക്കുമ്പോ. എപ്പോഴാണ് ആക്സിലറേഷൻ നെഗറ്റീവ് ആവുക? വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുമ്പോ. ഓക്കെ, ഈ നെഗറ്റീവ് ആക്സിലറേഷനെയാണ് റിട്ടാർഡേഷൻ എന്ന് പറയാം. അപ്പൊ ഈ ഗ്രാഫില് ഏത് ഭാഗത്താണ് നെഗറ്റീവ് റിട്ടാർഡേഷൻ വരുന്നതെന്നാണ് ചോദ്യം. അല്ലെങ്കിൽ സോറി, നെഗറ്റീവ് റിട്ടാർഡേഷൻ അല്ല, നെഗറ്റീവ് ആക്സിലറേഷൻ ആയിട്ടുള്ള റിട്ടാർഡേഷൻ വരുന്നത് ഏത് ഭാഗത്താണെന്നാണ് ചോദ്യം. റിട്ടാർഡേഷൻ വരുന്നത് ഏത് ഭാഗത്താണ്? ആക്സിലറേഷൻ നെഗറ്റീവ് ആവുന്ന ഏത് ഭാഗത്താണ്? BC ട്ടാ, BC ആണ് അതിന്റെ ആൻസർ. അടുത്തത്, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 2 സെക്കൻഡ് ടു 7 സെക്കൻഡ്. 2 സെക്കൻഡ് തൊട്ട് 7 സെക്കൻഡ് വരെയുള്ള, അതെ നമുക്ക് 2 സെക്കൻഡ് തൊട്ട് 7 സെക്കൻഡ് വരെയുള്ളത്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേ? ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡിസ്പ്ലേസ്മെന്റ് കാണാനായിട്ട് ഇത് ഏതാ ഗ്രാഫ്? വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫിൽ എന്ത് കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക? ഏരിയ കണ്ടുപിടിച്ചാലല്ലേ ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക. അപ്പോ 2ാമത്തെ സെക്കൻഡ് തൊട്ട് 7ാമത്തെ സെക്കൻഡ് വരെയുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യണം, ആൻസർ ചെയ്യാൻ പോവാണ്. ബി ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഡിസ്പ്ലേസ്മെന്റ് ആണ് മക്കളെ കാണാൻ പറഞ്ഞേക്കണത്. ഡിസ്പ്ലേസ്മെന്റ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ മൊത്തം ഏരിയ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? 2 സെക്കൻഡ് തൊട്ട് 7 സെക്കൻഡ് വരെയുള്ള മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ 2 സെക്കൻഡ് തൊട്ട് 7 സെക്കൻഡ് വരെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഇത് ഏതാ ഷേപ്പ്? റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിൾ ആകുമ്പോൾ നീളം ഇൻറ്റു വീതി. നീളം 2 തൊട്ട് 7 വരെ എന്ന് പറയുമ്പോൾ അത് എത്ര വരും? 5 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 6 ആണ്. അപ്പൊ 6, 5 ഇൻറ്റു 6 30. ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് യൂണിറ്റ് മീറ്റർ. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് 0 to 2 സെക്കൻഡ്? 0 തൊട്ട് 2 സെക്കൻഡ് വരെയുള്ള ആക്സിലറേഷൻ കാണാൻ. എടാ മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, C ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. ആക്സിലറേഷൻ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആക്സിലറേഷൻ കാണാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. കാരണം ഇത് ഏത് ഗ്രാഫാ? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ആക്സിലറേഷൻ കാണാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സ്ലോപ്പ് കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചത് നേരത്തെ ഉപയോഗിച്ചിരുന്നത് ടാൻ തീറ്റ. പക്ഷെ ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ടാ? തീറ്റ എന്നുള്ള ഒരു ആംഗിൾ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ആംഗിളിന്റെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ പിന്നെ സ്ലോപ്പ് കാണാൻ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? സ്ലോപ്പ് കാണാനായിട്ട്? ഇപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് x1
y1 ആണെന്ന് വിചാരിക്കും. രണ്ടാമത്തെ പോയിന്റ് x2, y2 ആണെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് സ്ലോപ്പ് കാണാനായിട്ടുള്ള ഇക്വേഷൻ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതാണ് സ്ലോപ്പ് കാണാനായിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ആംഗിളുകളൊന്നും തരാത്തത് കൊണ്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ നോക്കി, ഇതിൽ പോയിന്റുകൾ തന്നിട്ടുണ്ടാ. പോയിന്റുകൾ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ മക്കളെ. ഇവിടുത്തെ പോയിന്റ് എന്താ? ഇവിടുത്തെ പോയിന്റ് 0,0. കാരണം ഒറിജിൻ അല്ലേ. ഇവിടുത്തെ പോയിന്റ് എന്താ? 2 സെക്കൻഡ് വരെയുള്ളതാണ് ചോദ്യം. 0 തൊട്ട് 2 സെക്കൻഡ് വരെയുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞേ, ആ ഒരു പോയിന്റ് എന്ത് വരും? എക്സ് കോർഡിനേറ്റ് വേണം ആദ്യം എഴുതാനായിട്ട്. എക്സില് 2, വൈയില് 6. അപ്പൊ 2,6. അപ്പൊ 2 പോയിന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ. 0,0യും 2,6. എന്താ ഈ 2 പോയിന്റ് എടുക്കാൻ കാരണം? കാരണം 0 സെക്കൻഡ് തൊട്ട് 2 സെക്കൻഡ് വരെയുള്ള ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 0 തൊട്ട് 2 സെക്കൻഡ് വരെയുള്ള സ്ലോപ്പ് ആണ് കാണേണ്ടത്. അപ്പൊ 2 പോയിന്റുകൾ നമ്മൾ കിട്ടിയിട്ടുണ്ടല്ലോ. എന്താണ് 2 പോയിന്റുകൾ? 0,0യും 2,6. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് അവിടെ അപ്ലൈ ചെയ്ത് പറഞ്ഞു തന്നെ. എന്ത് വരും സ്ലോപ്പ്? സ്ലോപ്പ് എന്ത് വരും? ഒന്നുമില്ല, x1ന്റെ സ്ഥാനത്തും x1ന്റെ സ്ഥാനത്തും y1ന്റെ സ്ഥാനത്തും 0,0 കൊടുക്കുക. ഇനി ഇത് x2, ഇത് y2 ആയിട്ട് എടുക്കുക. ഒന്ന് പറഞ്ഞു തന്നെ എന്ത് വരും സ്ലോപ്പ്? y2 മൈനസ് y1. y2 എന്ന് പറയുമ്പോൾ 6 മൈനസ് y1 0 ബൈ x2 മൈനസ് x1. x2 എന്താ? 2 മൈനസ് x1 0. എന്ത് വരും? 6 by 2 3 വരും. ആക്സിലറേഷൻ ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അതാണ് അതിന്റെ യൂണിറ്റ്. ഇനി ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇനി ക്വസ്റ്റ്യൻ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റണമെന്ന് വിചാരിക്കും. ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഫ്രം 2 സെക്കൻഡ് ടു 7 സെക്കൻഡ്? 2 സെക്കൻഡ് തൊട്ട് 7 സെക്കൻഡ് വരെയുള്ള ആക്സിലറേഷൻ എന്താണെന്ന് ചോദിക്കുകയാണ്. ചെയ്തു നോക്കാതെ തന്നെ പറയാല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെയ്തു നോക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റൂല. നോക്ക്, 2 സെക്കൻഡ് തൊട്ട് 7 സെക്കൻഡ് വരെ ഗ്രാഫ് എങ്ങനെയാ പോണത്? ഇങ്ങനെയല്ലേ പോണത്. ഈ ഭാഗത്തിന്റെ പ്രത്യേകത എന്താ? ഈ ഭാഗത്തിന്റെ പ്രത്യേകത എന്താ? ആക്സിലറേഷൻ എന്തായിരിക്കും? 0. അപ്പൊ 2 സെക്കൻഡ് തൊട്ട് 7 സെക്കൻഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആക്സിലറേഷൻ 0 ആയിട്ട് വരും. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഞാൻ തരികയാണ്. 7 സെക്കൻഡ് ടു 10 സെക്കൻഡ് വരെയുള്ള ആക്സിലറേഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. 7 സെക്കൻഡ് തൊട്ട് 10 സെക്കൻഡ് വരെ. അപ്പൊ ഇവിടുത്തെ പോയിന്റും ഇവിടുത്തെ പോയിന്റും കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്റെ അടുത്ത് പറയണേ, കിട്ടണില്ലെങ്കിൽ. ഇനി അടുത്ത ഡി ക്വസ്റ്റ്യൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടല്ലേ. ഡി ക്വസ്റ്റ്യൻ എന്താണ്? ഡി ക്വസ്റ്റ്യൻ കൊടുത്തേക്കണേ, ശ്രദ്ധിച്ചേ. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h. Arrive at an expression for time taken to reach the ground. അതായത് h ഹൈറ്റിൽ നിന്ന് നോക്കിയാണ് മക്കളെ. h ഹൈറ്റിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് ഇടുകയാണ്. h ഹൈറ്റിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് ഇടുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് താഴേക്ക് എത്താൻ എടുക്കുന്ന സമയത്തിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ, ടൈം കാണാനായിട്ട് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഞാൻ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഈ ഒരു കല്ല് ഇടുന്നതിന് മുമ്പ് ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? ഇപ്പൊ ഞാൻ ഇതിനെ പിടിച്ചു വെച്ചേക്കാണ്. പിടിച്ചു വെക്കുമ്പോൾ ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? u 0. ഇനീഷ്യൽ വെലോസിറ്റി u എന്താണ്? 0. കുഴപ്പമില്ലല്ലോ. ഒരു സാധനത്തിനെ പിടിച്ചു വെച്ചേക്കാണ്. ഇടുന്നതിന് മുമ്പായിട്ട് ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0. ഇനി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആക്സിലറേഷൻ എന്ത് ആക്സിലറേഷൻ ആയിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. അതും നമുക്കറിയാലോ. ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. അതും നമുക്കറിയാം. അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ പഠിച്ച ഇക്വേഷൻ s is equal to ut plus half at square ഇല്ലേ? ഇതിലൊന്ന് അപ്ലൈ ചെയ്തേ. എസ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എത്ര ദൂരം അത് സഞ്ചരിക്കും എന്നുള്ളതാണ്. എത്ര ദൂരം അത് സഞ്ചരിച്ചു എന്നുള്ളതാണ്. നോക്കിയേ, h ഹൈറ്റിന്ന് ഒരു സാധനത്തെ താഴേക്ക് ഇട്ടാൽ അതിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? h തന്നെയാണ്. അപ്പൊ h തന്നെ എഴുതും. ഈക്വൽ ടു u എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി. ഇടുന്നതിന് മുമ്പുള്ള അതിന്റെ തുടക്കത്തിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. 0 into t പ്ലസ് 0 വരാൻ കാരണം അറിയാലോ. കാരണം ഒരു സാധനം ഇടുന്നതിന് മുമ്പായിട്ട് ഇനീഷ്യൽ വെലോസിറ്റി 0 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ താഴേക്ക് വീഴുമ്പോൾ ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ടി സ്ക്വയർ. ഇനി h is equal to 0 into t 0 ആയി പോവും. അപ്പൊ പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് വരും? 1 into gt square by 2. ഒരു കാര്യം ചെയ്യാം, ഈ 2 ഇങ്ങനെ എടുത്താൽ എന്ത് വരും?
2h is equal to gt square. ഈ ജീനെ ഇങ്ങോട്ട് എടുത്താൽ എന്ത് വരും? ജീനെ താഴേക്ക് കൊണ്ടുവന്നാ 2h by g is equal to t square. ഇതിന്ന് ടൈമിന്റെ ഇക്വേഷൻ ഒന്ന് ഉണ്ടാക്കിയേ. ഇപ്പൊ എന്തെന്നാ കിട്ടിയേക്കണം നമുക്ക്? t square is equal to 2h by g എന്നല്ലേ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കും? സ്ക്വയർ കളയാനായിട്ട് ഇപ്പുറം എന്ത് ചെയ്യണം? റൂട്ട് ഇട്ട് കൊടുക്കണം. 2h by g ഇതായിരിക്കും ആ കല്ല് താഴേക്ക് എത്താൻ എടുക്കുന്ന സമയം കാണാനായിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് എന്റെ മക്കൾ എന്ത് ചെയ്യേണ്ടത്? ഇന്ന് പഠിക്കേണ്ടത് കേട്ടാ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, കാരണം പ്രോബ്ലംസ് ഒക്കെയാണ് കൂടുതലുള്ളത്, അപ്പൊ ആ പ്രോബ്ലംസിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ അടുത്ത് ചോദിക്കണം. ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള, ചെയ്തു നോക്കാൻ പറ്റുന്ന പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടി ഇട്ടുതരാം. ആ പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പൊ നല്ല കുട്ടികളായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സബ്ജക്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫിസിക്സിന്റെ, ആ ഗ്രൂപ്പിൽ ചോദിക്കാം. Okay, so thank you.